നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗുഡ് ഈവനിങ്. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ജുമാന, ഭാഗ്യലക്ഷ്മി, ശിവസൂര്യ. ഓക്കെ, സുഖമെന്ന് മിസ്ബൂസ് ആരായിരുന്നു? മെഹറിനാന്ന് തോന്നുന്നു അല്ലേ? മിസ്ബൂസ് മെഹറിനാന്ന് തോന്നുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് വെൽക്കം. എല്ലാവരും ഉഷാറായി എനർജറ്റിക് ആയിട്ട് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അനലോഗിയുടെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് വേർഡ് അനാലജി കഴിഞ്ഞു, നമ്പർ അനാലജി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ലെറ്റർ അനാലജിയെ നമുക്ക് ആൽഫബറ്റ് അനാലജി എന്നും കൂടെ പറയാം. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യുന്ന, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഒരു റിലേഷൻ തന്നിട്ട് ആ റിലേഷൻ മനസ്സിലാക്കി വേറൊരു പെയറിൻ്റെ അടുത്ത പാറ്റേൺ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുകയാണ് ഈ ലെറ്റർ അനാലജിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ നമ്മൾ പ്രീവിയസ് വർക്ക്ഷീറ്റ് ആൻസർ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ ടൈമിലേക്ക് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ എടുക്കുക. ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് തീരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന്, ഒട്ടും മനസ്സിലാവുന്നില്ല, ഞാൻ ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോവുള്ളൂ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം ഗുഡ് ഈവനിങ്. എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രീവിയസ് ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ് ഒന്ന് കയ്യിലെടുക്കുക. അതിലെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 40 to 56 എങ്കിൽ 110 ഡാഷ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, 40 to 56 110 ഡാഷ്. ആൻസർ വരുന്നത് 132. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ എന്താണ് മെത്തേഡ് എന്ന് ഞാൻ പറയുന്നില്ല. കിട്ടാത്തവർ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് നിങ്ങളൊന്ന് ഇവിടെ മെസ്സേജ് ഇട്ടേക്ക് ഏത് ക്വസ്റ്റ്യൻ ഒട്ടും മനസ്സിലാവാത്തെന്നുള്ളത്. സെക്കൻഡ് വൺ 40 to 56 72 ഡാഷ്. 40 to 56 72 ഡാഷ്. എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഏതാണ് വന്നത്? 40 to 56 72 ഡാഷ്. ഒന്ന് ആൻസറിലോട്ട് വന്നേ എല്ലാവരും. ഇനിയും ആൾക്കാർ ജോയിൻ ആവുന്നതേ ഉള്ളൂ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ആയല്ലോ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ലെറ്റർ അനാലജിയാണ്. അതിനു മുൻപേ പ്രീവിയസ് ക്ലാസ്സിലെ വർക്ക്ഷീറ്റ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം എല്ലാവരും ആ വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ 40 to 56 110. 110ൻ്റെ കൂടെ ഏത് നമ്പറാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നു. ദാറ്റ് ഈസ് 132 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 40 to 56 ആവുന്നു. അങ്ങനെയാണെങ്കിൽ 72ൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യേണ്ട നമ്പർ ഏതെന്നാണ്? ആൻസർ ബി ആണ്. 90 is the റൈറ്റ് ആൻസർ. ഓക്കെ, തേർഡ് വൺ 536. 6ൻ്റെ കൂടെ പെയർ ചെയ്യേണ്ടത് 49 ആണ്. ആൻസർ മാത്രമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഏതിൻ്റെയെങ്കിലും മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ 0.16 is to 0.0016. അങ്ങനെയെങ്കിൽ 1.02 അതിൻ്റെ കൂടെ പെയർ ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് കോൺസെപ്റ്റ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 4981 ആവുന്നു. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ കൂടെ പെയർ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ 7 സ്ക്വയർ ആണ് 49. ആ 7 സ്ക്വയറിൻ്റെ കൂടെ 7 + 2 സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് 9 സ്ക്വയർ ഇസ് 81. അങ്ങനെയാണെങ്കിൽ ഇത് 10 സ്ക്വയർ ആൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇസ് 10 + 2 ഓൾ സ്ക്വയർ എന്നുള്ളതാണ്. ആൻസർ ബി 144 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് വരുന്നത് 6th വൺ. എല്ലാവർക്കും ആൻസേഴ്സ് ചെയ്യാൻ പറ്റിയെന്ന് ഓക്കെ. എല്ലാത്തിൻ്റെയും ഞാനൊന്ന് ട്രിക്ക് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. വർക്ക്ഷീറ്റ്സ് എല്ലാം ഇട്ടതാണ്. ആർക്കാ വർക്ക്ഷീറ്റ് കിട്ടാത്തത്? നിങ്ങൾക്ക് ഓൾറെഡി വർക്ക്ഷീറ്റ്സ് സെൻഡ് ചെയ്തതാണ്. ഓക്കെ, 5 124 ആവുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. 5 124 ആവുന്നു. അപ്പോൾ 7ഉമായിട്ട് എന്ത് കണക്ട് ചെയ്യുന്നു? ഇവിടെ 5 124 ആകുന്നത് 5ൻ്റെ ക്യൂബിൽ നിന്ന് -1 ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 7 ക്യൂബിൻ്റെ കൂടെ -1 ചെയ്യുന്നതായിരിക്കണം ആൻസർ. സോ അവർ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി 342. ഓക്കെ, മൂവിങ് ടു ദ 7th ക്വസ്റ്റ്യൻ. 311 ആകുന്നു. 311 ആകുന്നു. അങ്ങനെയാണെങ്കിൽ 7ൻ്റെ കൂടെ ഏതാണ് പെയർ ചെയ്യേണ്ടത്? 3 എങ്ങനെയാണ് 11 ആവുന്നത്? 3² എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സെക്കൻഡ് നമ്പർ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 7² കൂടെ 2 ആഡ് ചെയ്യുന്നതായിരിക്കണം ആൻസർ. സോ അവർ ആൻസർ ഇറ്റ് ഈസ് 51. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. 16 65 ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ 36ൻ്റെ കൂടെ നമ്മൾ ആരെ പെയർ ചെയ്യണം? ഓക്കെ, 16 എങ്ങനെയാണ് 65 ആവുന്നത്? 4² ആണ്. എല്ലാവർക്കും അറിയാലോ, 4² is 16. അപ്പോൾ 4 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് 65. ഇവിടെ 6² ആണ് 36 എങ്കിൽ 6 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം ആൻസർ ആയിട്ട് വരുന്നത്. സോ അവർ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോവുക ട്രിക്ക്. ഇന്ന് അതും കൂടി കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ഓക്കെ, വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. 9th ക്വസ്റ്റ്യൻ. 90 81 ആവുന്നു. 120യുടെ കൂടെ നമ്മൾ ആരെ പെയർ ചെയ്യണം? സോ 90 81 ആവുന്ന എങ്ങനെയാണ്? 90 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടുന്നു. ആ 9ൻ്റെ സ്ക്വയർ ആണ് 81 എന്ന് പറയുന്നത്. സെയിം തിങ് വി ഹാവ് ടു റിപ്പീറ്റ് ഫോർ 120. 120യിൽ നമ്മൾ സെയിം കാര്യം ചെയ്യണം. അതായത് 120 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 0 0 ക്യാൻസലായി. ദെൻ 12ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 12ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? 144. ഇനി അടുത്തത് 10th വൺ. 441 7 ആകുന്നു. 576ൻ്റെ കൂടെ നമ്മൾ ആരെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ നമ്പർ കാണുമ്പോഴേ അറിയാം സ്ക്വയർ നമ്പർ ആണെന്ന്. 21 സ്ക്വയർ ആണ് എന്ത്? 441 എന്ന് പറയുന്നത്. 21നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7. അതിലെ 7 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് 576നെ എങ്ങനെ മാറ്റാം? ഏതിൻ്റെ സ്ക്വയറാണ് 576? 24 സ്ക്വയർ ആണ് 576 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 24നെ നമുക്ക് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എങ്ങനെ എഴുതാം? 3 × 8 is 24. അവിടെ നമുക്ക് 3 ആണ് ഇവിടെ കോമൺ. അതിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പറാണ് മിസ്സിംഗ് ആയിട്ട് വരുന്നത്. സോ അവർ ഓപ്ഷൻ 2 is the right answer. ഇനി 11th ക്വസ്റ്റ്യൻ. 2/5 29 ആവുന്നു. എങ്ങനെയാണ് 29ലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് 2² / 5² ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/25 എന്ന് കിട്ടുന്നു. ഇനി ആ 4/25 അതായത് ന്യൂമറേറ്ററും അതിൻ്റെ അംശവും ഛേദവും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 29ലോട്ട് വരുന്നത്. അതേ രീതിയിൽ 58 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിടക്കുന്നത്. അപ്പം ഇതിൽ ഏത് ഓപ്ഷനിലാണ് നമ്മൾ സ്ക്വയർ ചെയ്ത് വരുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ 58 വരുന്നതെന്ന് ചിന്തിക്കണം. ആദ്യമേ ഞാൻ ഓപ്ഷൻ മാത്രം പറഞ്ഞു പോവാണ്. 7 and 3 ആണ് നമ്മുടെ ഓപ്ഷൻ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 7² / 3² ചെയ്യണം. 7² is 49 and 3² 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഇനി 49ഉം 9ഉം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 49 + 9 ചെയ്യുമ്പോഴാണ് 58 എന്നുള്ള ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ 3 is the right answer. ഇനി 12th വൺ.
ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ആൻസർ മാത്രം അതിൻ്റെ മെത്തേഡും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ രീതിയിലെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 216 ആവുന്നു. ഇനി 343യുടെ കൂടെ നമുക്ക് ആരെ പെയർ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെയാണ് 216 കിട്ടുന്നത്? ഏതിൻ്റെയെങ്കിലും ക്യൂബാണോ? നമുക്കറിയാം 6 ക്യൂബ് എന്നുള്ളത് 216 ആണ്. അങ്ങനെയാണെങ്കിൽ 37ലോട്ട് ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 6 സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടുന്നതാണ്. ദാറ്റ് മീൻസ് 6 6 ആർ 36, അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 37 എന്ന് കിട്ടുന്നു. ഇതേ രീതിയിൽ നമുക്ക് ആരെ മാറ്റണം? 343നെ മാറ്റണം. 343 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ക്യൂബാ? 7 ക്യൂബ് 343. ഇനി എന്ത് ചെയ്യണം? 7 സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടുന്നതായിരിക്കണം നമ്മുടെ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത്. 7 സ്ക്വയർ ഇസ് 49. 49ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 50. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. 9 80 എങ്ങനെയോ 80 ആകുക? 9 സ്ക്വയറിൻ്റെ കൂടെ 1 കുറച്ചാൽ 80 ആവും. നമുക്കറിയാം 9 സ്ക്വയർ ഇസ് 81. 81ൽ നിന്ന് 1 പോയാൽ ഈ 80 കിട്ടുമെങ്കിൽ അതേ രീതിയിൽ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? 7ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാൽ 49 മൈനസ് 1 ചെയ്താൽ നമ്മുടെ ആൻസർ 48. ഓക്കെ, അതാണ് ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. 3 243 എങ്ങനെയാണ് 3 243 ആകുന്നത്? 3ൻ്റെ പവർ 5 ആണ്. 3 to the power 5 ആണ് 243 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ 5ൻ്റെ പവർ 5 ആണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. 5ൻ്റെ പവർ 5 വരുന്നത് നമുക്കറിയാം. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. പിന്നെ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസറായിട്ട് 3125 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ കഴിഞ്ഞ ദിവസത്തെ വർക്ക്ഷീറ്റ് ആയിരുന്നു 2:9 6:2. നമ്മൾ 2:9 തന്നിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ എന്താണ്? 2 ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് 9 എന്ന് പറയുന്നത്. 2 ക്യൂബ് എത്രയാ? 8. 8 + 1 ആയിരുന്നു ഇതിൻ്റെ സെക്കൻഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 6ൻ്റെ ക്യൂബിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 6ൻ്റെ ക്യൂബ് എത്രയാണ്? 216. 216 ആണ്. 216 + 1 ചെയ്യുമ്പോൾ 217. നമ്മുടെ ആൻസർ ഒരേ പുള്ളി 217. ഇത്രയുമായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഷീറ്റായിട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ട്രിക്കും ഞാൻ പറഞ്ഞു പോയി. ഇനി ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്കസ് ചെയ്തല്ലോ. അതെങ്ങനെയാണ് ആൻസർ വരുന്നത്? ഫസ്റ്റ് വൺ ഒന്നുകൂടെ നോക്കാം. 42 56 ആയെങ്കിൽ 110ൻ്റെ ആൻസർ എങ്ങനെയാണ് 132 ആകുന്നതെന്ന് നമുക്കൊന്നുകൂടെ പറഞ്ഞു പോവാം. കാരണം അതിൻ്റെ ഞാൻ മെത്തേഡ് പറഞ്ഞില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 42 എന്താവണം? 56 ആവണം. 42 എങ്ങനെയാ? 7 സ്ക്വയറിൻ്റെ കൂടെ അതേ 7 കുറയ്ക്കുമ്പോൾ 42 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 56 എന്ന് പറയുന്നത് 8 സ്ക്വയറിൻ്റെ കൂടെ അതേ 8 കുറച്ചപ്പോൾ 56 കിട്ടി. ഇനി നോക്കുക, 110 എന്ന് പറയുന്നത് നമുക്ക് അതിനോട് അടുത്ത് നിൽക്കുന്ന സ്ക്വയർ ഏതാണ്? 11 സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ കൂടെ അതേ 11 കുറച്ചാൽ, അതായത് 121 മൈനസ് 11 കുറച്ചാൽ നമുക്ക് 110 എന്ന് കിട്ടിയാൽ ഇവിടെ 7 കഴിഞ്ഞിട്ട് 8 ആണ് വന്നത്. ഇവിടെ 11 കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ വരാവുള്ളൂ? 12ൻ്റെ സ്ക്വയറിൽ നിന്ന് അതേ 12 കുറയ്ക്കുന്നതായിരിക്കണം ആൻസറായിട്ട് വരേണ്ടത്. 12ൻ്റെ സ്ക്വയർ 144, അതിൽ നിന്ന് 12 കുറച്ചാൽ 132. കണ്ടോ? അതാണ് ഫസ്റ്റത്തതിൻ്റെ ആൻസർ. സെക്കൻഡ് ഇത് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതൊന്ന് പറഞ്ഞു പോവാം. 6 7 42, 7 8 56.
ഓക്കെ, ഇവിടെ 72 എന്ന് പറയണത് 8 9 72 ആണെങ്കിൽ 9 10 എന്നുള്ളത് കണ്ട 6 7 7 8 8 9 9 10 90 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തതിൻ്റെ ആൻസറിൻ്റെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ 5 36 ആവുന്നു. 5 എങ്ങനെയാണ് 36 ആവുന്നത്? 5ൻ്റെ കൂടെ 1 കൂട്ടിയതിൻ്റെ സ്ക്വയർ ആണ് 36, അതായത് 6ൻ്റെ സ്ക്വയർ ആണ് 36. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ കൂടെ 1 കൂട്ടുന്നതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് മിസ്സിങ് ആവുന്നത്, അതായത് ആൻസർ 49. ഓക്കെ, ഇവിടെ ഞാൻ നാലാമത്തത് പറഞ്ഞു 0.16ൻ്റെ കൂടെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഓൾറെഡി ഡെസിമൽ ഇവിടെ അത് 2 പ്രാവശ്യവും കൂടെ ജമ്പ് ചെയ്യണം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ട്. അങ്ങനെയാണ് ഈ ആൻസർ 0.0016 എന്ന് വന്നത്. അതേ രീതിയിൽ 1.02നെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെസിമലിനെ ലെഫ്റ്റ് സൈഡിലോട്ട് ജമ്പ് ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരുന്നു? 10 എന്നുള്ളത് എക്സ്ട്രാ വരുന്നു. ദാറ്റ് ഈസ് 0102. അതായത് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി എല്ലാ ആൻസറിൻ്റെയും മെത്തേഡ് ഞാനിതാ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം മക്കൾ കിട്ടാത്തവർ എന്ത് ചെയ്യണം? ആ രീതിയിലും കൂടി ചെയ്ത് അതിൻ്റെ ആൻസർ ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഈ രീതിയിലെല്ലാം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ്. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്കായ ലെറ്റർ അനാലജിയാണ്. ഓക്കെ, ലെറ്റർ അനാലജി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇംഗ്ലീഷ് ആൽഫബറ്റ് രണ്ടെണ്ണത്തിൻ്റെ കണക്ഷൻ തരും. അതേ കണക്ഷനിൽ അടുത്തതിൻ്റെ പേരിനെ കണ്ടെത്തുക. അതാണ് ലെറ്റർ അനാലജിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അനാലജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്തായിരുന്നു അനാലജി? ഓക്കെ, സമാനമായ 2 കാര്യങ്ങൾ തമ്മിൽ നമ്മുടെ താരതമ്യം, അവയുടെ ബന്ധം കണ്ടുപിടിച്ച് അടുത്തതിൻ്റെ ജോഡി, അടുത്തതിൻ്റെ പെയറിനെ കണ്ടുപിടിക്കുക. അതാണ് അനാലജിയിൽ. അനാലജി ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ 2 തിങ്സ്. 2 കാര്യങ്ങളുടെ കമ്പാരിസൺ ആണ്. ഓക്കെ, ഇത് അത് സിമിലർ, ഏതോ ഒരു വേയിൽ ആ 2 കാര്യങ്ങൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ആ കണക്ഷൻ കണ്ടുപിടിച്ച് മൂന്നാമത്തെ നമ്പറിൻ്റെ പെയറിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക എന്നതായിരുന്നു അനാലജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ ലെറ്റർ അനാലജിയുടെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് കാണാം ഇനി എല്ലാവരും എനർജറ്റിക് ആയിട്ട് പവർഫുള്ളായിട്ട് ഇതാ നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള കുറച്ച് സമാധാനപരമായ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇത്രയും നേരം ഞാൻ ഫാസ്റ്റായിട്ട് പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടാണ്. ഇനി എൻ്റെ മക്കളെല്ലാവരും ഉഷാറായിട്ട് ഒരു തംസപ്പ് തന്നെ. ഇന്നത്തെ ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് തന്നെ. ആരും മിണ്ടുന്നില്ല. എല്ലാവരുടെയും തംസപ്പ് പോരട്ടെ. ക്ലാസ്സിലുള്ളവരൊക്കെ ഉറങ്ങിപ്പോയോ? ബോറടിച്ചോ? വേഗം 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 തംസപ്പ് പോരട്ടെ. എന്നിട്ട് വേണം ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ. എവിടെ? അതാ വരുന്നു. വെരി ഗുഡ്. പ്രതീക്ഷ, സുരേഷ്, ആദി, എല്ലാവരും ഓക്കെ, എല്ലാവരും റെഡിയായി. ഇനി ഒന്ന് റിലേഷൻ. എക്സലൻറ്റ് മക്കളെ, നിങ്ങൾ നല്ല പവർഫുള്ളായിട്ട് ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് HOPE HOPE എന്നുള്ളത് IPQF ആയത്? അതൊന്ന് കണ്ടുപിടിച്ച് മോൾട്ട് MOLTയുടെ കൂടെ പെയർ ചെയ്യുന്നത് ഏതാണെന്നൊന്ന് ഫൈൻഡ് ചെയ്തേ. ഇത്രയും ചിന്തിച്ചാൽ മതി. HOPE എന്ത് ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് IPQF ആയത്? അതിൻ്റെ കണക്ഷൻ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മോൾട്ടിൻ്റെ കൂടെ വരുന്ന MOLTയുടെ കൂടെ വരുന്ന ലെറ്ററിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആൻസർ നോക്കിയേ. 1 2 3 4 അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്നൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ സ്ക്രീൻ കാണാലോ അല്ലേ?
ഓക്കെ, എൻ്റെ മക്കളെന്നാ ആൻസർ പറഞ്ഞേ. എല്ലാവരുടെയും ഞാൻ ലേറ്റ് ആയില്ലല്ലോ ഒന്ന്, ഇല്ലല്ലോ. ആരാ ലേറ്റായിട്ട് വന്നത്? പ്രജിത്ത് ആണെന്ന് തോന്നുന്നു. NPMU. ഓക്കെ, നോക്കാം എന്താണ് അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞേ, കണ്ടുപിടിച്ചവരൊന്ന് പറഞ്ഞേ. എന്താണ് ആഡ് ചെയ്ത് പോയത്? ശരത്ത്, ഭദ്ര, ശരത്ത്. ഓക്കെ, നോക്കാം. എച്ച് എങ്ങനെയാണ് ഐ ആയത്? HI +1 O +1 P. ഒരു ലെറ്റർ മുന്നോട്ട് പാസ് ചെയ്തപ്പോൾ O എന്നുള്ളത് P ആയി മാറി. Pയിൽ നിന്ന് Qയിലോട്ട് വീണ്ടും 1 ആഡ് ചെയ്തു. ഇയിൽ നിന്ന് 1 ആഡ് ചെയ്തപ്പോൾ F കിട്ടി. അതേ കാര്യം നിങ്ങൾ എവിടെയും അപ്ലൈ ചെയ്താൽ മതി, മോൾട്ടിലും അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, +1 +1 +1 ആൻഡ് +1. ഓക്കെ, സോ യുവർ ആൻസർ ഒരേ പുള്ളി എൻ്റെ മക്കളെല്ലാം തന്നത് കറക്റ്റാണ്. NPMV. ഓക്കെ, NPMV. കണ്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. MPIRSTU അല്ലേ ഇവിടെ വരേണ്ടത്? ഇവിടെ ഓപ്ഷനിൽ തെറ്റ് വന്നു അല്ലേ? MPMU ആണ്. എക്സലൻറ്റ് മക്കളെ, നിങ്ങളാണ് കറക്റ്റായിട്ട് ചെയ്തത്. NPMU ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. മിസ്സാണ് തെറ്റിച്ചത് അല്ലേ? ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വന്നത്. ഓക്കെ, NPMU മിസ് അറിയാണ്ട് തേർഡ് ഓപ്ഷൻ ആയിപ്പോയി. RST കഴിഞ്ഞിട്ട് ഒരു നമ്പർ മുന്നോട്ട് പോയാൽ U is the right answer. ഓക്കെ, എക്സലൻറ്റ്. മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് റിലേഷൻ കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചേ. എങ്ങനെയാണ് LXNU എന്നുള്ളത് NYPV ആയി മാറിയത്? ഒന്ന് നോക്കിക്കേ. അശ്വതി, മീനാക്ഷി, അനുദ്ര എല്ലാവരും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നീതു. ഓക്കെ, എക്സലൻറ്റ്. നിഷ എന്നോട് ലെറ്ററിൻ്റെ നെക്സ്റ്റ് ലെറ്റർ തന്നെയാണ്. എക്സലൻറ്റ്, അത് തന്നെയാണ് കാര്യം. ഓക്കെ, നോക്കിക്കേ. LXNUവിൻ്റെ കൂടെ ആരെ നമുക്ക് പെയർ ചെയ്തു? NYPV പെയർ ചെയ്തെങ്കിൽ QTBRൻ്റെ കൂടെ നമുക്ക് ആരെയാണ് പെയർ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ മക്കളൊന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്തേ. ഇത് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കണം, എളുപ്പമാണ്. നോക്കട്ടെ എത്ര പേര് നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന്. എത്ര പേര് ആൻസർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കട്ടെ. എൻറിക്, നീതു ജോസഫ് അല്ല, എൻറിക് എന്ന് പറയുന്നു. ഓക്കെ, നോക്കാം. നമുക്ക് എല്ലിൽ നിന്ന് എന്നിലോട്ട് മാറിയത് എങ്ങനെയാ? LMN, അതായത് +2, അതായത് 2 ലെറ്റേഴ്സ് നമ്മൾ മുന്നോട്ട് കൗണ്ട് ചെയ്തു. ഇനി X എങ്ങനെയാ Y ആയത്? 1 ആഡ് ചെയ്തപ്പോൾ. N എങ്ങനെയാ P ആയത്? OP 2 ആഡ് ചെയ്തു. 2 നമ്പർ മുന്നോട്ട് പാസ് ചെയ്തു. യുവിൽ നിന്ന് വിയിലോട്ട് എത്തിയത് +1. അതേ രീതിയിൽ ഇവിടെ 2 നമ്പർ മുന്നോട്ട് പോകണം, 1 നമ്പർ മുന്നോട്ട് പോകണം, 2 നമ്പർ മുന്നോട്ട് പോകണം, 1 നമ്പർ മുന്നോട്ട് പോകണം. ഒരേ പൊളി. നിങ്ങളുടെയൊക്കെ ആൻസർ വെരി വെരി കറക്റ്റ്. SUDS, എക്സലൻറ്റ്. SUDS എന്ന് ധനശ്രീ തന്നു, ശിവശ്രീ തന്നു. ഓക്കെ, എക്സലൻറ്റ് മക്കളെ. ലസിത, ഫിഫ, പ്രതീജ്, അനുദ്ര, അശ്വതി എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആട്ടോ. SUDS. നിങ്ങൾ ക്യൂവിൽ നിന്ന് 2 സ്റ്റെപ്പ്, ടിയിൽ നിന്ന് 1 സ്റ്റെപ്പ്, ബിയിൽ നിന്ന് 2 സ്റ്റെപ്പ്, ആറിൽ നിന്ന് 1 സ്റ്റെപ്പ് മുന്നോട്ട് തന്നാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റായി. മൂവിങ് ടു ദ തേർഡ് വൺ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. MAD എങ്ങനെയാണ് MAD എന്നുള്ളത് എന്തായെന്ന് ചിന്തിക്കണം. JXA ആയി മാറിയത്. അതേ കണക്ഷനിൽ നിങ്ങൾ RUNനെ എന്ത് ചെയ്യണം?
കണക്ട് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കിക്കേ. എൻ്റെ മക്കളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചേ. എം എങ്ങനെ ജെ ആയി മാറി? ഓക്കെ, ഇവിടെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത് അല്ലേ. ജെ ആണ് ആദ്യമേ വരുന്ന ലെറ്റർ. അതിൽ നിന്ന് എമ്മിലോട്ട് പോവാൻ, അല്ലെങ്കിൽ നിങ്ങൾ എമ്മിൽ നിന്ന് ജെയിലോട്ട് -3 ആണ് ചെയ്തത്. എയിൽ നിന്ന് എക്സിലോട്ട്, എ കഴിഞ്ഞ് നമ്മൾ പുറകോട്ട് ചിന്തിക്കണം. ഓക്കെ, XYZ. ഓക്കെ, Z ആണ് എയുടെ തൊട്ട് പുറകിൽ നിൽക്കുന്നത്, പിന്നെ Y, ദെൻ X. സോ അവിടെയും നമ്മൾ എന്ത് തന്നെ ചെയ്തു? -3 ബാക്കിലോട്ട് പോയി. ഡിയിൽ നിന്ന് എയിലോട്ട് എത്തിയാൽ വീണ്ടും -3. അതേ -3 നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ലെറ്ററിൽ സബ്സ്ട്രാക്ട് ചെയ്ത് പോയാൽ മതി. 6ൽ നിന്ന് 3 ലെറ്റർ ബാക്കിലോട്ട് പോന്നാൽ O ആണ്. യുവിൽ നിന്ന് 3 ലെറ്റർ ബാക്കിലോട്ട് പോന്നാൽ R ആണ്. എന്നിൽ നിന്ന് 3 ലെറ്റർ ബാക്കിലോട്ട് പോന്നാൽ K ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇട്ട ആൻസർ ഒരേ പുള്ളി ORK. കണ്ടോ? ഇവിടെ എനിക്ക് ആൻസർ ഫിഫ മാത്രമേ എനിക്ക് ORK എന്ന് തന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ പോയി? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഇപ്പോഴാണ് ആൻസർ വരുന്നത്. ലസിത, രാജൻ, സ്മിത. ഓക്കെ, ആൻസേഴ്സ് ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എല്ലാവരും വേഗം 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 ആലോചിച്ച് ആൻസറിലോട്ട് എത്തിക്കേ. ഇതാ കൊറോണ. കണ്ടോ? നിങ്ങൾ പേടിക്കണ്ട. കൊറോണ, CORONA. കൊറോണ എന്തായി മാറി? ഓക്കെ, ഒന്നുമില്ല. കൊറോണ DQUSSG ആയി മാറി. അപ്പോൾ ഒന്ന് നോക്കിക്കേ അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്. C എങ്ങനെ D ആയി? ഒന്ന് ചിന്തിച്ചേ. എൻ്റെ മക്കളെല്ലാവരും ഉഷാറായിട്ടൊന്ന് ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറസ്, അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ലെറ്റേഴ്സ് ഏതാണെന്ന് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ വേഗം ആൻസർ കിട്ടും. സിയിൽ നിന്ന് ഡിയിലോട്ടേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നമ്പർ, ഒരു ലെറ്റർ നമ്മൾ ഫോർവേഡ്, മുന്നോട്ട് മാറണം അല്ലേ. ഓയിൽ നിന്ന് ക്യൂവിലോട്ടോ OPQ, അതായത് 2 ലെറ്റർ മുന്നോട്ട് പോയി. ആറിൽ നിന്ന് യുവിലോട്ടോ RSTU, ദാറ്റ് മീൻസ് 3 ലെറ്റേഴ്സ് നമ്മൾ മുന്നോട്ട് പോയി. ഇനി ഓയിൽ നിന്ന് SO +4 ചെയ്തു. എന്നിൽ നിന്ന് SO +5 ചെയ്തു. എന്നിൽ നിന്ന് GO +6. കണ്ടോ? 1 2 3 4 5 6 അങ്ങനെ ഒരു ഓർഡറിലാണ് ലെറ്റേഴ്സ് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നത്. അതേ രീതിയിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ +1, രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ, രണ്ടാമത്തെ ലെറ്ററിൻ്റെ കൂടെ +2, ദെൻ +3, +4, +5 ചെയ്തിട്ട് ഒന്ന് ആൻസർ ഇട്ടേ എൻ്റെ മക്കളെല്ലാവരും. ഓക്കെ, ലസിത, രാജൻ കറക്റ്റ് ആൻസർ വരുന്നുണ്ട്. അനശ്വര, ലസിത അല്ല, അനശ്വര. ഓക്കെ, അനശ്വരയുടെ ആൻസർ വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ ആൻസർ പോരട്ടെ. വൈറസിൻ്റെ കൂടെ ആര് വരണം? WKUYX. നമ്മുടെ ആൻസർ 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. എക്സലൻറ്റ്. ഓക്കെ, ഒരു നമ്പർ മുന്നോട്ട് പോയാൽ WKUYX. ഓക്കെ, ആ നമ്പറിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്ത് പോണേ. വി കഴിഞ്ഞാൽ W, I കഴിഞ്ഞാൽ 2 ലെറ്റർ മൂവ് ചെയ്യണം. JK വരുന്നു. 6 കഴിഞ്ഞാൽ 3 ലെറ്റർ മുന്നോട്ട് പോകണം. U, ദെൻ U കഴിഞ്ഞാൽ 4 ലെറ്റേഴ്സ് മുൻപിലോട്ട്. S കഴിഞ്ഞാൽ 5 ലെറ്റേഴ്സ് മുൻപിലോട്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആൻസർ. അനശ്വര ഒന്ന് ശ്രദ്ധിക്കണേ, ചെയ്തത് എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് കറക്റ്റായെന്ന് വിശ്വസിക്കുന്നു. അശ്വതി XL, അശ്വതി XLVY. അശ്വതിയുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്തേ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രീഹരി, അനുദ്ര,
അവരെല്ലാം ഇപ്പം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ മക്കളും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തേ, തെറ്റാതെ. ഓക്കെ, ലവ്. ഓക്കെ, ലവ് എന്നുള്ളത് എന്തായി മാറി? KMSA ആയി മാറി. അവിടെ എന്താണ് മാറ്റം സംഭവിച്ചത്? ചിന്തിച്ചേ. അങ്ങനെയാണെങ്കിൽ ഹെയ്റ്റ്, HATE, ഹെയ്റ്റിനെ പെയർ ചെയ്യാൻ പറ്റിയ ലെറ്റേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചേ എൻ്റെ മക്കള്. ലവ് എങ്ങനെ KMSA ആയി മാറി? ഒന്ന് നോക്കിക്കേ. എല്ലിൽ നിന്ന് കെയിലോട്ടുള്ള ഡിസ്റ്റൻസ് KL ആണ്, അപ്പം -1. പിന്നെ ഓയിൽ നിന്ന് MNO, അതായത് ഓയിൽ നിന്ന് ബാക്കിലോട്ടാണ് പോയത്, -2 ടൈംസ്. ഓക്കെ, STUV, അതായത് വിയിൽ നിന്ന് -3 ആണ്, നമ്മൾ ബാക്കിലോട്ടാണ് പോയത്. 3 ടൈംസ് നമ്മൾ ബാക്കിലോട്ട് ജമ്പ് ചെയ്യുമ്പോഴാണ് എസ്സിലോട്ട് എത്തിപ്പെടുന്നത്. അങ്ങനെ ഇയിൽ നിന്ന് എന്ന് പറയുന്നത് -4 ആണ്, നമ്മൾ ബാക്കിലോട്ടാണ് ലെറ്റേഴ്സ് ജമ്പ് ചെയ്ത് പോകുന്നത്. അതേ കാര്യം നമ്മൾ ഹെയ്റ്റിൻ്റെ കൂടെയും റിപ്പീറ്റ് ചെയ്യണം. -1, -2, -3 ആൻഡ് -4. അങ്ങനെ വന്നാൽ ഹെയ്റ്റിൻ്റെ കൂടെ -1 ചെയ്താൽ G, എയിൽ നിന്ന് 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ നമ്മുടെ ZX വരുന്നു അല്ലേ, 2 XYZ ആണ്, Y വരുന്നു, അപ്പം GY. ഇനി ടീനെ -3 ചെയ്യണം, QRST ആണ്, അപ്പം Q ആണ് നമുക്ക് ആരുടെ കണക്ട് ചെയ്യുന്നത്? ടീൻ്റെ കൂടെ വരുന്ന ലെറ്റർ. ഇനി -4 പോയാൽ ABCDE. ഓക്കെ, -4 എന്ന് പറയുമ്പോൾ A ആണ് ഇവിടെ വരുന്ന ലെറ്റർ. ഓക്കെ, സോ A ആണ് ഇവിടെ വരുന്ന ലെറ്റർ. GYQA, GYQA എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. GYQA, ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? GYQA, GYQA എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ 6th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, 6th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, SRPQ നോക്ക്. SRPQ എന്തായി മാറി? കണ്ട, എല്ലാ മക്കളും ചെയ്യുന്നുണ്ട്. എക്സലൻറ്റ് ശ്രീഹരി, പിന്നെ ഭദ്ര, പിന്നെ ആരൊക്കെയാണ്? അനുദ്ര, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? അശ്വതി, മെഹറി, പിന്നെ ലസിത രാജൻ, അനശ്വര. ഓക്കെ, പിന്നെ ശ്രീഹരി, അനുദ്ര, എല്ലാവരും ആൻസേഴ്സ് പോരട്ടെ. ഇനി ഈ നമ്പേഴ്സ്, ഈ ലെറ്ററിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. SRPQ എന്തായി മാറി? ONLM ആയി മാറി. ഓക്കെ, എങ്ങനെയാ ONLM ആയി മാറി എന്നൊന്ന് ചിന്തിച്ചേ. എസ്സിൽ നിന്ന് എത്ര ബാക്ക്വേർഡ് പോയാലാ O ആവുന്നത്? OPQRS, ദാറ്റ് മീൻസ് -4. ഇനി R എങ്ങനെ N ആയി മാറി? MNOPQR, അതായത് അവിടെയും -4. ഇനി അടുത്തതും എന്തായിരിക്കും? എല്ലിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് MNOP, അവിടെയും -4. എന്തായാലും അടുത്തതും എന്തായിരിക്കണം? -4 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെ, ക്യൂവിൽ നിന്ന് ബാക്കിലോട്ട് പോയപ്പോഴാണ് നമുക്ക് M എന്ന് കിട്ടുന്നത്. അതേ രീതിയിൽ നിങ്ങൾ ആരെ കണക്ട് ചെയ്യണം? KJHIനെ കണക്ട് ചെയ്യണം. എല്ലാ ലെറ്ററിൽ നിന്നും -4 ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് -4 ടൈംസ് ഒന്ന് ബാക്കിലോട്ട് ജമ്പ് ചെയ്ത് എനിക്കൊന്ന് ആൻസർ ഇട്ടേ എൻ്റെ മക്കള്. -4. എക്സലൻറ്റ് നീതു ജോസഫ്, എക്സലൻറ്റ് മോളെ, വെരി ഗുഡ്. കണ്ടോ, മക്കളെല്ലാവരും അടിപൊളിയായിട്ട് ആൻസറിലോട്ട് എത്തുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു. എല്ലാവരും നല്ല മിടുക്കം പിള്ളേരാണ്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. ചിലർ GEDE നല്ല ലസിത, അരുണിമ GFDE. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസറിൻ്റെ മക്കള് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആവല്ലേ, ശ്രദ്ധിച്ച് ചെയ്യണേ. GFDE
എഫ് ഡി ഇ എന്നുള്ളതാണ്, GF DE എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോവുകയാണേ. മക്കൾ വേഗം വേഗം ചെയ്യാൻ ശ്രദ്ധിച്ചേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? HJMQ എന്തായി മാറി? KMPT ആയി മാറി എങ്കിൽ ഒന്ന് നോക്കിക്കേ, എന്ത് ചെയ്തപ്പോഴാണ് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റിയത്? അങ്ങനെയാണെങ്കിൽ SUXBയിലെ അതേ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ലെറ്റേഴ്സ് ഏതാണ് എന്ന് ഫൈൻഡ് ചെയ്തേ എൻ്റെ മക്കള്. ഉഷാറായിട്ട് മക്കൾ എല്ലാവരും ചെയ്തേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. എൻട്രിക്ക്. ഓക്കെ, നീതു ജോസ് എൻട്രിക്ക് വെരി ഗുഡ്. എൻട്രിക്കാണ് നേരത്തെ കറക്റ്റായിട്ട് ആൻസർ ഇട്ടത് കേട്ടോ. എക്സലൻറ്റ് മോനെ. ഒന്ന് ചെയ്തേ. HJMQ എങ്ങനെയാണ് KMPT ആയത്? ഇതിൻ്റെ ആൻസർ പോരട്ടെ, ഫാസ്റ്റായിട്ട് എൻ്റെ മക്കൾ എല്ലാവരും ഇട്ടേ. ആർക്കെങ്കിലും കണക്ഷൻ കിട്ടിയോ നോക്കട്ടെ. എത്ര പേര് നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് നോക്കട്ടെ. എച്ചിൽ നിന്ന് എങ്ങനെയാ കെയിലോട്ടായത്? VX. എക്സലൻറ്റ്. അതാരാണ്? ഫിഫയാണ് ആൻസർ ചെയ്തത് കേട്ടോ. എക്സലൻറ്റ് ഫിഫ. അത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ? +3 +3 +3 +3. അതേ കാര്യം ഇവിടെ ചെയ്താൽ 3 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ നമുക്ക് ആൻസർ ഒരേ പൊളി. ഫിഫയ്ക്ക് കിട്ടിയ VXAE എന്ന ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എക്സലൻറ്റ് മക്കളെ. കണ്ടോ? എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അരുണിമ, പിന്നെ അശ്വതി, പിന്നെ എൻട്രിക്, എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു. വെരി ഗുഡ്. ധന്യ, പിന്നെ ആരൊക്കെയാണ്? ഓക്കെ, എല്ലാ അശ്വതിയുടെയൊക്കെ ആൻസർ ഞാൻ കണ്ടു കേട്ടോ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഇതാ പോകുന്നു. ABCFED ആയി മാറുന്നു. എന്താണ് സംഭവിക്കുന്നത്? ABC എന്നുള്ളത് FED ആയി മാറിയെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് GHI എന്നുള്ളത് എന്തായി, ഏത് ലെറ്ററിനോട് കണക്ട് ചെയ്യുന്നു? വിശ്വജിത്ത്, അൻകിത്ത്, എല്ലാവരും ചെയ്യുന്നുണ്ട്. എക്സലൻറ്റ് മക്കളെ. ഒന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ നോക്കിയേ. AF ആയി മാറിയെങ്കിൽ, AF ആയി മാറിയെങ്കിൽ, BE ആയി മാറിയെങ്കിൽ, CD ആയി മാറിയെങ്കിൽ എന്താണ്? എക്സലൻറ്റ്. അതാരാ? ഫിഫ അഗെയിൻ. മോള് സ്കോർ ചെയ്തു. കറക്റ്റ് ആൻസർ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. അരുണിമ, കറക്റ്റ് ആൻസർ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ABC കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ലാസ്റ്റിൽ നിന്ന് തുടങ്ങി. ABCDEF. അങ്ങനെയാണെങ്കിൽ GHI JKL. ഒരേ പൊളി എൻ്റെ മക്കളെല്ലാം. ഭദ്ര, അമൽ, ഓക്കെ, എല്ലാം. അനുദ്ര, ലസിത, ആദി, ശിവഗംഗ, ധനശ്രീ, എല്ലാവരുടെയും ആൻസർ കറക്റ്റാണ്. LKJ എന്നുള്ളത്. LKG അല്ല, LKJ. ഓക്കെ, ഇവിടെ LKG എന്നൊക്കെ ഇടുന്നുണ്ട്. LKG ക്ലാസ്സൊക്കെ ഓർമ്മ വന്നാൽ എല്ലാവർക്കും. LKJ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതിലോട്ട് പോകുന്നു. ADGJ ആയി മാറുമെങ്കിൽ MP-യുടെ കൂടെ നിങ്ങൾ ആരെ കണക്ട് ചെയ്യണം? ഒന്ന് നോക്കിക്കേ. ഓക്കെ, AD എന്തായി മാറി? GJ ആയി മാറി. അങ്ങനെയാണെങ്കിൽ MP-യുടെ കൂടെ ആരെ കണക്ട് ചെയ്യണം? എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് വേഗം ആൻസർ പോരട്ടെ. എല്ലാവരുടെയും ആൻസർ പോരട്ടെ. എല്ലാവരുടെയും ആൻസർ
ഐ എം വെയിറ്റിംഗ് ഫോർ ദി ആൻസർ. എല്ലാവരും ഒന്ന് വേഗം ചെയ്തേ. ഈസിയാണേ. നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കട്ടെ. A D G J LKJ അത് കഴിഞ്ഞു. നമ്മൾ 9th ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. എൻ്റെ മക്കളൊന്ന് ആൻസറിലോട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചേ. എത്ര പേര് നന്നായി RT എന്ന ഉത്തരം വന്നത് ആരാണ്? സജിത്ത ആരായിരുന്നു? മഹറിൻ +6, നീതു ജോസഫ്, RT. നോക്കാം. RT ആണോ മക്കളെ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചേ. അതാരാ? ധനശ്രീ. ആരായിരുന്നു? ധനശ്രീ അല്ലേ? എക്സലന്റ് ധനശ്രീ. ധനശ്രീയുടെ ആൻസറാണ് കറക്റ്റായിട്ട് വന്നത്. SV. നിഷ ആരായിരുന്നു? പിന്നെ പ്രതീക്ഷ, സുരേഷ്, അശ്വിനി കറക്റ്റാണ്. അമൽ, അരുണിമ. RT എന്നുള്ളത് അമലിൻ്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. RT അല്ല ആൻസർ. നോക്കിക്കേ, A കഴിഞ്ഞ് Bയും Cയും വിട്ടിട്ടാണ് D വന്നത്. D കഴിഞ്ഞ് Eയും Fഉം വിട്ടിട്ടാണ് G വന്നത്. G കഴിഞ്ഞ് HI കഴിഞ്ഞിട്ടാണ് J വന്നത്. അങ്ങനെയാണെങ്കിൽ M കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണോ P വന്നതെന്ന് നോക്കിക്കേ. MNOP. അങ്ങനെയാണെങ്കിൽ P കഴിഞ്ഞ് QR പാടില്ല, S വരണം അല്ലേ? QR വരാൻ പാടില്ല, S വരണം. ഇനി S കഴിഞ്ഞിട്ട് 2 ലെറ്റേഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം, ഒഴിവാക്കിയിട്ട് വേണം. RSTU കഴിഞ്ഞിട്ട് V, SV ആണ് റൈറ്റ് ആൻസർ. 2 ലെറ്റേഴ്സിനെ അതിൻ്റെ ഉള്ളിൽ ഇൻ ബിറ്റ്വീൻ അടുത്തടുത്ത നമ്പറിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് അടുത്തടുത്ത ലെറ്റർ കിട്ടുന്നത്. അപ്പോൾ ആൻസർ SV. എല്ലാവർക്കും മനസ്സിലായല്ലോ? അനശ്വര എക്സലൻറ്റ്, ഭദ്ര എക്സലൻറ്റ്, എല്ലാ മക്കളും നന്നായി, മീനാക്ഷി എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു കേട്ടോ. ഇനി അടുത്ത 10th ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേ. BDF എന്നുള്ളത് എന്തായി മാറി? HJL ആയി മാറി. അങ്ങനെയാണെങ്കിൽ NPR എന്നതിൻ്റെ കൂടെ ഏത് ഓപ്ഷനെ നമുക്ക് കണക്ട് ചെയ്യിക്കാം? BDF HJL ആയി മാറി. ഇവിടെ എന്താണ് കണക്ഷൻ? ഒന്ന് ആൻസറിലോട്ട് എത്തിക്കേ. നിങ്ങളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. മിസ് പെട്ടെന്ന് ആൻസർ പറഞ്ഞു തന്നാൽ നിങ്ങളത് ചിന്തിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വേഗം ഒന്ന് ആൻസറിലോട്ടേക്ക് എത്തിപ്പെട്ടെ മക്കൾ. വേഗം ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ, ഒരാളുടെ എങ്കിലും ആൻസറിലോട്ട് ഫാസ്റ്റായിട്ട് മക്കളെല്ലാവരും എത്താൻ ശ്രമിച്ചേ. ഇവിടെ എന്തെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അതേ കാര്യമാണോ ഇവിടെയും മാറി പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. നമുക്ക് നോക്കാം. BC ഒഴിവാക്കി D വന്നു, E ഒഴിവാക്കി F വന്നു. ഓക്കെ, FG ഒഴിവാക്കി H വന്നു. ഓക്കെ, H കഴിഞ്ഞിട്ട് I ഒഴിവാക്കി J വന്നു, K ഒഴിവാക്കി L വന്നു. അതേ കാര്യം ഇവിടെയും ചെയ്യണ്ടേ? N കഴിഞ്ഞിട്ട് O പോയി, Q പോയി, S പോയി, T വരണം അല്ലേ? U പോയി, V വരണം, W പോയി, X വരണം. അപ്പം നമ്മുടെ ആൻസർ എന്നാ? TVX. ഒരേ പൊളി എൻ്റെ മക്കളെല്ലാവരും ചെയ്തത് ഓപ്ഷൻ A റൈറ്റ് ആൻസർ. കണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട രീതികളെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ മക്കളെ. BCE എന്തായി മാറി? FGI ആയി മാറി. അങ്ങനെയാണെങ്കിൽ JKM ആരുടെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? BCE
ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ, ഈ രീതിയിലൊന്ന് ചിന്തിക്കണേ, എന്താണ് അവിടെ വരുന്ന മാറ്റം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അനശ്വര്യ കറക്റ്റായിട്ടാണ്. ശ്രീഹരി, മെഹൻ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസറിലോട്ട് പോക്കെ നമ്മുടെ 11th ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ടേക്ക് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. എക്സലൻറ്റ്. ഭദ്ര, അരുണിമ, ഫിഫ ഒന്നുകൂടെ നോക്കിക്കേ. ഫിഫയുടെ ആൻസർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അമൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ധന്യ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കണക്ഷൻ എന്ന്. എ ബി സി, ബി സി അടുത്തുണ്ട്. ഡീനെ സ്കിപ്പ് ചെയ്തു. ഇവിടെ എന്തിനാ സ്കിപ്പ് ചെയ്തത്? ഡി സ്കിപ്പ് ചെയ്തു, സ്കിപ്ഡായി. ഡി ഒഴിവാക്കിയിട്ടാണ് ഇ വന്നത്. ഇ കഴിഞ്ഞിട്ട് എഫ് വന്നു, ജി വന്നു, എച്ചിനെ സ്കിപ്പ് ചെയ്തു അല്ലേ? ഇവിടെ എച്ചിനെ സ്കിപ്പ് ചെയ്തു. രണ്ട് ലെറ്റർ കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തു പോന്നു. അപ്പം ജെ കെ അടുത്തടുത്ത് വരുന്നു. എല്ലിനെ സ്കിപ്പ് ചെയ്തു, എം വന്നു, എൻ വരണം, ഒ വരണം, പീനെ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം. സ്കിപ്ഡ് പി കഴിഞ്ഞാൽ ക്യൂ ആയിരിക്കും ആൻസർ. സോ നമ്മുടെ ആൻസർ NOQ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. NOP അല്ല മക്കളെ, ക്യൂ ആണ് ആൻസർ. അനശ്വര കറക്റ്റാണ്. പിന്നെ പ്രതീക്ഷ, അശ്വതി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 12th 1 ഒന്ന് നോക്കിക്കേ, ഈസിയാണേ. ZA എന്തായി മാറി? BY ആയി മാറി. അങ്ങനെയാണെങ്കിൽ XC എന്നുള്ളത് ഏത് ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യാം? എളുപ്പമാണേ. ABCD നിങ്ങൾക്ക് എല്ലാവർക്കും ലെറ്റേഴ്സിൻ്റെ നമ്പർ അറിയാലോ അല്ലേ? A എന്ന് പറയുന്നത് 1, B എന്ന് പറയുന്നത് 2, അങ്ങനെ Z വരെയുള്ളതിൻ്റെ നമ്പേഴ്സ് അറിയാലോ അല്ലേ? അതെല്ലാവരും അറിഞ്ഞിരിക്കണേ. നിങ്ങൾക്ക് ലെറ്റർ അനാലജിയിൽ ലെറ്റേഴ്സിൻ്റെ നമ്പർ അറിഞ്ഞിരിക്കണം. പിന്നെ ബാക്ക്വേർഡും ഫോർവേഡും കൗണ്ടിങ് അറിഞ്ഞിരിക്കണം. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് ABCD നമ്പർ ഇട്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈം വെറുതെ വേസ്റ്റ് ആവും. അപ്പം അതെല്ലാം ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. എക്സലൻറ്റ്. DW എന്നുള്ളൊരു ആൻസർ വരുന്നുണ്ടല്ലോ. അതാരാണ്? ഭദ്ര. ഓക്കെ, നോക്കാം. ZA അതായത് സെഡ് കഴിഞ്ഞിട്ട് നമ്മുടെ XYZ ലാസ്റ്റ് ലെറ്ററും ഫസ്റ്റ് ലെറ്ററും കൂടെ കണക്ട് ചെയ്തു അല്ലേ? സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും കൂടെ കണക്ട് ചെയ്തു, അതെ അല്ലേ? ഇനി ഇവിടെ ഏതാ? തേർഡ് ലാസ്റ്റ് ലെറ്ററും പിന്നെ ആരും കൂടെ കണക്ട് ചെയ്തത്? തേർഡ് ലെറ്ററും കൂടെ കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ഫോർത്ത് ലെറ്റർ ഫസ്റ്റ് വരണം. ഇവിടെ ഫോർത്ത് ലാസ്റ്റ് ലെറ്റർ, പുറകിൽ നിന്ന് നാലാമത്തെ ലാസ്റ്റത്തെ ലെറ്റർ വരണം. അപ്പം ഇവിടെ ഫോർത്ത് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ്. ഇനി ഫോർത്ത് ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? W. കണ്ടോ? ഇവിടെ നമ്മൾ തിരിച്ചു വന്നു. എയും ഇത് കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. എ ബി ആയി മാറി, Y Z ആയി മാറി. അതായത് ലാസ്റ്റ് ലെറ്ററും അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ലെറ്ററും അതേ രീതിയിൽ വേണം ഇവിടെയും കണക്ട് ചെയ്യാൻ. എത്രയോ പേര് WD, ആരോ ഒരാളാണ് കറക്റ്റായിട്ട് DW ഇട്ടത്. ബാക്കി എല്ലാവരും തിരിച്ചു തന്നെ ചിന്തിച്ചു പോയി. ഓപ്പോസിറ്റ് ആയിട്ടാണ് വരേണ്ടത്. എക്സും ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് ലെറ്ററും ഫോർത്ത് ലാസ്റ്റ് ലെറ്ററും ക്രോസ് ആയിട്ടാണ് വരേണ്ടത്. അതുപോലെ തേർഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും ക്രോസ് ആയിട്ടാണ് വരേണ്ടത്. സോ നമ്മുടെ ആൻസർ ഒരേപൊളി DW. മനസ്സിലായോ? എല്ലാവരും ചെയ്ത മിസ്റ്റേക്ക്. WDയും DWയും രണ്ട് ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് DW വന്നതെന്ന് ക്ലിയർ ആയല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ. ഇത് സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നെല്ലാവരും ചെയ്തേ. B എങ്ങനെ C ആയി മാറി?
അപ്പോൾ ഇ എങ്ങനെ ഏത് ലെറ്ററുമായിട്ട് കണക്ട് ചെയ്യും ഒന്ന് നോക്കിക്കേ. ബി സി ആയി മാറി, ഇ ഏത് ലെറ്ററുമായിട്ട് കണക്ട് ചെയ്യും? ബി സി ആയിട്ട് മാറിയെങ്കിൽ ഇ ഏത് ലെറ്ററുമായിട്ട് കണക്ട് ആവും? ഒന്ന് എല്ലാവർക്കും, എല്ലാ മക്കളും ആൻസർ ചെയ്തേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയാണ്, ഒന്ന് ചെയ്തേ. എല്ലാവരുടെയും ആൻസേഴ്സ് വരട്ടെ. പോരട്ടെ പോരട്ടെ. എവിടെ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യേ? എക്സലൻറ്റ്. ഒന്നുമില്ല അല്ലേ? ബി സി അടുത്തടുത്ത ലെറ്റർ ഐ എഫ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നും ചിന്തിക്കാനില്ലല്ലോ. എന്നിട്ടും കുറേ പേരുടെ ആൻസേഴ്സ് വന്നില്ല. എന്ത് ചെയ്യേ? ബാക്കി എല്ലാവരും പ്രസൻ്റ് ആയവരെല്ലാവരും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഓക്കെ, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. അനശ്വര, അമൽ, അവരൊക്കെ ലേറ്റ് ആയത് എന്താ? ഇത്രയും ഈസി ആയ ക്വസ്റ്റ്യന്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ ഇതാ. എ വി എന്നുള്ളത് ബി ഡബ്ല്യു ആയി മാറിയെങ്കിൽ സി യുവിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ആരെയാണ്? എല്ലാവരുടെയും ആൻസർ എനിക്ക് വേണം. ക്ലാസ്സിലുള്ള എല്ലാ മക്കളുടെയും ആൻസർ പോരട്ടെ കേട്ടോ. സിമ്പിളായതാണ് ഞാൻ തരുന്നത് കേട്ടോ. വേഗം 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 പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ, ഫാസ്റ്റായിട്ട് പോരട്ടെ. ആൻസർ പോരട്ടെ. എവിടെ? ആരും ചെയ്യുന്നില്ലേ? ഓക്കെ, വരുന്നുണ്ട്. സഫാനത്ത്. ഓക്കെ, എക്സലൻ്റ്. എല്ലാവരുടെയും ആൻസർ പോരട്ടെ. ഓക്കെ, എൻ്റെ മക്കളെല്ലാം ഉഷാറായിട്ട് പവർഫുള്ളായിട്ട് കണ്ടോ ചെയ്യുന്ന കണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു. അതേപോലെ തന്നെ ഒന്നുമില്ല. എ ബിയിലോട്ട് വന്നത് +1, ബി ഡബ്ല്യൂയിലോട്ട് വന്നതും +1. ഓക്കെ, അതേ രീതിയിൽ സിനെ ഒന്ന് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലെറ്റർ ഡി. യുവിൽ നിന്ന് ഒന്ന് ആഡ് ചെയ്ത് വരുന്ന ലെറ്റർ എന്ന് പറയുന്നത് വി. ഡി വി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എക്സലൻറ്റ് മക്കളെ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇ ജെ ആയി മാറി. ഇതെല്ലാവരും എനിക്ക് സെക്കൻഡ് കൊണ്ട് ആൻസർ തരണം. കാരണം ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നത് എല്ലാവരും പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ എങ്ങനെ ജെ ആയി മാറി എന്ന് ചിന്തിച്ചേ. അങ്ങനെയാണെങ്കിൽ ഓയിൻ്റെ കൂടെ ആരെ കണക്ട് ചെയ്യാം? വേഗം പോരട്ടെ ആൻസർ. വേഗം 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 ഫാസ്റ്റായിട്ട് എൻ്റെ മക്കൾ ആൻസറിലോട്ട് പോന്നേ. വേഗം പോരട്ടെ. എൻ്റെ മക്കളുടെ ആൻസേഴ്സ് എല്ലാം വരട്ടെ. ഞാൻ വെയിറ്റിങ്ങിലാണ്, നോക്കട്ടെ. ഓക്കെ, ആൻസർ വന്നു തുടങ്ങി. എല്ലാവരുടെയും പോരട്ടെ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളുടെയും ആൻസേഴ്സ് പോരട്ടെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഓക്കെ, ഇ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റിലെ എത്രാമത്തെ ലെറ്റർ ആണ് മക്കളെ? 5ാമത്തെ ലെറ്റർ. ജെ എന്ന് പറയുന്നത് 10ാമത്തെ ലെറ്റർ. ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ. ഒന്നും ചിന്തിക്കാനില്ല. ലെറ്റേഴ്സിൻ്റെ നമ്പർ അറിയാവുന്നവർക്ക് ഒരു സെക്കൻഡ് വേണ്ട. 20ാമത്തെ ലെറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ആൻസർ ഒരേ പൊളി ടി. കണ്ടോ? ആൻസർ ടി എന്നുള്ളതാണ്. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നിലേക്ക്. ബി ഇ ജെ എന്തായി മാറി? ഡി ഐ പി ആയി മാറി. അതെങ്ങനെയാണ് അങ്ങനെ മാറിയതെന്ന് നോക്കിക്കേ. എന്നിട്ട് നിങ്ങൾ കെ എൻ ആറിൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് കെ എൻ ആറിൻ്റെ കൂടെ ഏത് ലെറ്റേഴ്സ്, ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്നൊന്ന് പറഞ്ഞേ. എൻ്റെ മക്കളെല്ലാവരും ഒന്ന് ചെയ്തേ. ഇതും എളുപ്പമാണ്. ഓക്കെ, ബിയിൽ നിന്ന് ഡിയിലോട്ട് എത്താൻ ബി എ ബി സി ഡി ഒരു ലെറ്റർ മുന്നോട്ട് പോയി അല്ലേ? ഓക്കെ, ഇ എഫ് ജി എച്ച് ഐ
BCD രണ്ടാമത്തെ ലെറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. BCD. ഇയിൽ നിന്ന് ഐയിലോട്ട് 4 ലെറ്റേഴ്സ് മുമ്പോട്ട് വന്നു. JKLMNOP 6 ലെറ്റേഴ്സ് മുമ്പിലോട്ട് വന്നു. 2 4 6 എന്ന രീതിയിൽ വന്നെങ്കിൽ ഇവിടെ നമ്മൾ 2 4 6ാമത്തെ ലെറ്ററാണ് ആൻസർ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണെന്നൊന്ന് കമൻ്റ് ഇട്ടേ. നീതു ജോസഫ്. ഓക്കെ, ആൻസർ പോരട്ടെ, എല്ലാവരുടെയും ആൻസർ പോരട്ടെ. എൻ്റെ മക്കളെല്ലാം ഉഷാറായിട്ട് വേഗം കണ്ടുപിടിച്ചേ. 2 ലെറ്റേഴ്സ് 4 ലെറ്റേഴ്സ് 6 ലെറ്റേഴ്സ് മുൻപിലോട്ട് വന്നാൽ നിങ്ങളുടെ ആൻസർ എന്തായിട്ട് വരണം? എം ഏത് NQV എവിടെ നിന്ന് കിട്ടിയത്? NQV എന്നുള്ളത് കെയിൽ നിന്ന് 2 ലെറ്റർ മുമ്പോട്ട് പോരണ്ടേ? KLM എം വന്നു. എന്നിൽ നിന്ന് 4 ലെറ്റർ മുമ്പോട്ട് വരണം. OPQ 6 വരുന്നു. പിന്നെ 6ൽ നിന്ന് 6 ലെറ്റർ മുമ്പോട്ട് വരണം. STUVWX. ഇതല്ലേ ആൻസർ കറക്റ്റ്? MRX എന്നുള്ളതല്ലേ? എല്ലാവർക്കും എങ്ങനെയാ പിന്നെ NQV വന്നത്? 2 4 6 എന്നുള്ള രീതിയിലല്ലേ വരേണ്ടത്? എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത്? കെയിൽ നിന്ന് 2 ലെറ്റേഴ്സ് മുമ്പോട്ട് പോകണം. എന്നിൽ നിന്ന് 4 ലെറ്റേഴ്സ് മുമ്പോട്ട് പോകണം. 6ൽ നിന്ന് 6 ലെറ്റേഴ്സ് മുൻപോട്ട് പോകണം. നമ്മുടെ ആൻസർ MRX എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. ACEG എന്നുള്ളത് ആരായി മാറി? DFHJ ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ KMOQവിൻ്റെ കൂടെ ഏത് ലെറ്റേഴ്സാണ് കണക്റ്റഡ് ആവുന്നത്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ മക്കള്, ഉഷാറായിട്ടൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈസിയാണ്. KABCD ഒന്ന് നോക്കിക്കേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളേ. ഓക്കെ, ABCD എന്ന് പറയുമ്പോൾ 3 ലെറ്റർ. സിയിൽ നിന്ന് എഫിലോട്ട് എന്ന് പറയുമ്പോൾ EF 3 ലെറ്റർ അഗെയിൻ. ഇയിൽ നിന്ന് എച്ചിലോട്ട് 3 ലെറ്റർ അഗെയിൻ. വീണ്ടും 3 ലെറ്റർ അഗെയിൻ. ഇവിടെയും 3 ലെറ്റർ മുന്നോട്ട് പാസ് ചെയ്തിട്ടുള്ള ആൽഫബറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ആൻസർ എല്ലാ മക്കളും ഒന്ന് ഇട്ടേ. ആൻസർ എല്ലാ മക്കളും ഒന്ന് ഇട്ടേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ, ഈസിയാണ്. കെയിൽ നിന്ന് 3 ലെറ്റർ മുന്നോട്ട് പോയാൽ KLMN. എമ്മിൽ നിന്ന് 3 ലെറ്റർ പോയാൽ NOP. ഓയിൽ നിന്ന് 3 ലെറ്റർ മുന്നോട്ട് പോയാൽ PQR. ദെൻ ക്യൂവിൽ നിന്ന് 3 ലെറ്റർ QRST. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? NPRT എന്നുള്ളത്. NPRT എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. NPRT എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ YBVE. ഓക്കെ, YBVE ആണ് കണക്ട് ചെയ്ത് വരേണ്ട ലെറ്റർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ അടുത്താണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? UFRIയുടെ കൂടെ വരുന്ന ലെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് യു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കണക്ട് ചെയ്തത് SHPK എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ യു എങ്ങനെ S ആയി, F എങ്ങനെ H ആയി, R എങ്ങനെ P ആയി, ആൻഡ് I എങ്ങനെ K ആയി എന്നൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. യുവിൻ്റെ കൂടെ -1 SRSTU അല്ലേ? എസിൻ്റെ കഴിഞ്ഞിട്ടാണ് യു, അതായത് ആ ST കഴിഞ്ഞു, ഒരു ലെറ്റർ മാറിക്കഴിഞ്ഞിട്ടാണ് യു വന്നത്. പിന്നെ ഒരു ലെറ്റർ മാറിക്കഴിഞ്ഞിട്ടാണ് F